ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇതാ നമ്മൾ ചെറിയൊരു ഡാൻസ് കഴിഞ്ഞിട്ട് നിൽക്കുക കേട്ടോ. ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇതാ അങ്ങ് മലയുടെ ആ ചെരുവിൽ നിന്നൊരു അമ്പലത്തിൽ നിന്നൊരു പാട്ട് കയറി വരുന്നത്. ഈ തമിഴ് പാട്ടുകൾ ഭക്തിഗാനമാണോ അല്ലാത്ത ഗാനമാണോ ഒന്നും നോക്കണ്ട, നന്നായിട്ട് ഡാൻസ് കളിക്കാൻ പറ്റും, നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇത് ഞാനും ഗുരുപ്രസാദും കൂടെയാണ് വീണ്ടും യാത്ര ചെയ്യുന്നത്. ഈ വഴിയെ ആക്ച്വലി ഞങ്ങൾ രണ്ടും ആദ്യമായിട്ടാണ് വരുന്നത്. പണ്ട് ഈ റോഡ് മൺറോഡായിരുന്നു, ഇതിലെ വരാൻ ബുദ്ധിമുട്ടുള്ള റോഡായിരുന്നു. അപ്പോൾ ഈ റോഡിൽ കൂടെ അന്ന് കുറച്ച് വന്നിട്ട് തിരിച്ചിറങ്ങി പോയായിരുന്നു നേരത്തെ വന്നു. അപ്പോൾ ഞങ്ങൾ ഇതിലെ വന്നിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് ഏത് സ്ഥലമാണ്, ഏത് സ്ഥലമാണെന്നൊക്കെ പറഞ്ഞാൽ അറിയാൻ പറ്റും. പരുത്തിപ്പാറ കഴിയുമ്പോൾ കുറച്ച് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ സത്രത്തിലേക്ക് പോകുന്നൊരു വഴിയാണ് ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം ഇനി ഇതൊരു പുതിയ റോഡാണ് എന്നതുകൊണ്ട് തന്നെ ഇതിലെ ഉള്ള റൈഡ് മനോഹരമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ഈ റോഡിൻ്റെ ഒരു കിടപ്പുണ്ട്. ഈ റോഡ് ഇങ്ങനെ അങ്ങോട്ട് നല്ല തേയിലക്കാടുകൾക്കിടയ്ക്കൂടെ ടാറും പിന്നെ സൈഡിൽ കൂടെ ഉള്ള വെള്ള കോൺക്രീറ്റ് ഭയങ്കര രസമാണ് ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങളിവിടെ ഇങ്ങനെ മലമണ്ടയിൽ കുറച്ച് നേരം നിന്നപ്പോഴാണ് ഈ പാട്ട് കേട്ടത്. പാട്ട് കേട്ടപ്പോൾ ഡാൻസ് കളിക്കണമെന്ന് തോന്നി, പക്ഷേ ഗുരുപ്രസാദ് ഇറങ്ങുന്നില്ല ഡാൻസ് കളിക്കാൻ. പുള്ളി വണ്ടിയിൽ ഇരുന്നിട്ടുള്ള ഡാൻസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് കളിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇനി എന്തായാലും നമ്മുടെ കഴിഞ്ഞ വീഡിയോകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയ യാത്രാ വീഡിയോകളൊക്കെ നമ്മുടെ വാഗമൺ കേന്ദ്രീകരിച്ചുള്ള യാത്രകളായിരുന്നു. അതിൻ്റെ വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്, കാണുക. അതുപോലെ ഇപ്പം നമ്മൾ പുതിയ യാത്ര എന്ന രീതിയിൽ അമ്പിളിക്കുട്ടൻ ഇന്ന് വന്നില്ല. അമ്പിളിക്കുട്ടൻ ഇന്ന് യാത്രയിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത രീതി തിരക്കായ്പ് എന്നതുകൊണ്ട് ഞാനും ഗുരുപ്രസാദും കൂടെയാണ് പോകുന്നത്. ഞങ്ങളൊരു ട്രാവൽ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട് ചില പുതിയ അപ്ഡേഷൻസൊക്കെ ഞങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഗ്രൂപ്പ് ടൂറുകളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ അനുസരിച്ച് ഞങ്ങൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പം ഗ്രൂപ്പ് ടൂറുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും പങ്കെടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ അത് അഫോർഡബിളായിട്ടുള്ള പ്രൈസ് ആയിരിക്കും. അതായത് ചിലവ് കാശൊക്കെ വളരെ കുറവായിട്ടുള്ള ഡെസ്റ്റിനേഷനായിരിക്കും നമ്മൾ നോക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാൻ പലരും പറയുന്നുണ്ട്, ഒന്നിച്ച് യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടെന്നൊക്കെ എന്നോട് പലരും പറയാറുണ്ട്. പക്ഷേ അവരുടെ ടൈമും എൻ്റെ ടൈമും ഒത്തു വരാത്തത് കൊണ്ടാണ് നമുക്ക് യാത്രകൾ ഒന്നിച്ച് ആകാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ ലൊക്കേഷനൊക്കെ പോയി കണ്ട് വീഡിയോ ഇട്ട് കഴിയുമ്പോഴായിരിക്കും അവരറിയുന്നത് ഞാൻ വീണ്ടും പോയി എന്നുള്ളത്. അപ്പം പിന്നെ ചിലരൊക്കെ നമ്മൾ യാത്ര ചെയ്ത് വീഡിയോ പോയി ഇട്ടിട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഒക്കെ ഇടുമല്ലോ. അന്നേരം ചോദിക്കും എവിടെ യാത്ര പോകും. നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ ഓൾറെഡി, അത് കാണത്തില്ല. എൻ്റെ ചോദിക്കും എവിടെ യാത്ര, അത് ഞാൻ അവരോട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ യാത്ര പോകുന്നതിൻ്റെ ഒരു പെയിന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊക്കെ ലളിതവൽക്കരിക്കാൻ പറ്റും. എങ്ങനെയെന്നറിയോ, ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുമിച്ചുള്ള യാത്രയിൽ നമുക്ക് വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നില്ല. നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. ബൈക്കുള്ളവർക്ക് ഏറ്റവും നല്ലത്. ബൈക്കില്ലാത്തവർക്ക് നമുക്ക് രണ്ടുപേര് പോകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം. അതിൻ്റെ കൂടുതൽ അപ്ഡേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പം എല്ലാവരും സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ഇത് കേവലം പണ്ട് നമ്മൾ പോയി കണ്ട വ്യൂ പോയിന്റ് മാത്രമല്ല ഇന്ന് കാണുന്നത്. ഇന്ന് വേറെ ചില വെറൈറ്റി സ്ഥലങ്ങൾ ഇവിടെയുണ്ട്, അവിടെയൊക്കെ ഒന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം. പറ്റിയാൽ ആ കാര്യങ്ങളൊക്കെ വീഡിയോ കാണിക്കുക, അല്ലെങ്കിൽ ഈ യാത്രാ വീഡിയോകളായിട്ട് ഇങ്ങനെ അവസാനിക്കും. അപ്പം ഈ പാട്ട് കേട്ട് എങ്ങനെ ഡാൻസ് കളിക്കുമായിരിക്കും എന്ന് ഓർമ്മ നോക്കിയേ. ഇതുപോലൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് വന്നിട്ട്, അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള വിജനമായ നമ്മൾ കണ്ട് മാത്രമുള്ള ഈ സ്ഥലത്ത് വന്ന് ഈ പാട്ട് കേട്ടിട്ട് മിണ്ടായിരിക്കാൻ പറ്റും. അങ്ങനെ മിണ്ടായിരിക്കുന്നവർ യഥാർത്ഥത്തിൽ ആരാണ്? അവർ ആസ്വദിക്കുന്നില്ല യാത്ര. മസനഗുഡി യാത്ര ചെയ്യാൻ എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ അടിച്ച് വിളിക്കാനാണ് തീരുമാനിക്കുന്നത് അല്ലേ?
ഭാഗത്തായിരിക്കും ഈ പാട്ട് കേൾക്കുന്നത്. വേണ്ട ആ ഭാഗത്താ. ഓഫാണ് ഓഫാണ്. യൂട്യൂബ് ഇടാൻ വേണ്ടിയല്ലേ, യൂട്യൂബ് ഡാൻസ് ചെയ്യാൻ പറ്റില്ല. അടിപൊളിയാണ് തിരിച്ചു വരാം.
കൊണ്ട് കുത്തിയാൽ എൻ്റെ കൈ പാട്ട് സൗണ്ട് ഈ കോഹ്ലിന്ന് പാട്ടുകാട്ടം നമ്മളെ ഡാൻസ് കളിപ്പിച്ചിട്ടാണ്. அம்மா மாறி அழகு போல சரி இந்த மண்டலத்துல யாரும் இல்ல ஆமா அழகு போல இந்த அகிலத்துல யாருமே இல்ல சரியா பேர்பட்ட பேரழகி சொல்லுங்க அந்த தாய் பராசக்தி ഇതേതാ ഇത്? ആലല്ല, പേരാൽ. ആ, പേരാലിൻ്റെ ഇല പിന്നെ അല്ല, ഇത് ഏതോ ഒരു ക്യാമറയുടെ കൂടെ കിട്ടി പറയണമായി ഓവർടേക്ക് വരുമ്പോഴാണ് തോന്നുന്നത്. വേറെ കാര്യമുണ്ട്, ഇപ്പം ഇങ്ങനെ പൊട്ടിയ കാര്യമോ ഇല്ലെങ്കിൽ വഴി പോകും. ഓവർടേക്ക് വന്നതാണ്, മനസ്സിലായോ? വേറൊരു വഴിയോ വേറൊരു സംഭവം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു അവരുടെ എല്ലാം ഭക്തി തന്നെ ആഘോഷമാണ്. സത്യത്തെക്കാണ് ഏറ്റവും നല്ല ആഘോഷങ്ങൾ. അതിലാവും മനസ്സിലേക്ക് ആഘോഷം. അതിൽ മൗണ്ടൻ വ്യൂ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതെല്ലാം ഉണ്ട് ഇത് കേട്ടോ.
നിർത്തും. ഇതിലെ പോയ സത്രത്തിൽ ചെല്ലാവോ? സത്രത്തിൽ ചെല്ലാവോ? അല്ല സോറി, സത്രമല്ല മറ്റേ സത്രം വ്യൂ പോയിന്റ്. ശബരിമല സത്രം ഉണ്ടല്ലോ മേലെ, ആ ആ അറിയാം. അവിടെ പോയി നേരായിട്ട് പോകും. ഇതിലെ പോയാലോ? ഇതിലെ പോയാലേ പോകാൻ പറ്റില്ല, ഇത് വള്ളക്കടവ് പോകും. വള്ളക്കടവ്? അയ്യോ, മറ്റേ വഴിയോ? ഇതിലും പോവാം വള്ളക്കടവിന്? ആ, ഇത് വള്ളക്കടവ് പോകുന്ന വഴിയാ. അതില് നേരായിട്ട് പോയാലേ എസ്റ്റേറ്റ് കടവുണ്ട്, കാന്റീൻ കട. അതിലെ പോയാലേ അങ്ങോട്ട് കേട്ടുണ്ട്. ആ നെട്ടിಗೆ പോണാല് പിന്നെ പഴയ സത്രം അവിടെ ഉണ്ടോ? പഴയ സത്രം പഴയ സത്രം ഓൾഡ് സത്രം ഇതാ. ഇവിടെ ഒത്തിരി പോണോ? ഇതിൽ ഒത്തിരി അവിടെ മറ്റേ കല്ലിന്റെ ഒക്കെ ഒരു കല്ല് വെച്ചൊക്കെ ഉണ്ടാക്കിയ ഒരു പഴയ ഒരു ബിൽഡിംഗ് ഒക്കെ ഉള്ളത്, പഴയ കട്ടടം. പഴയ കട്ടടം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ പോയില്ലേ? ഓൾഡ് സത്രം. കുറച്ച് നമ്മൾ തൊടാൻ നോക്കിയിരിക്കും. കുറേ പോവാൻ ഇതാ സംഭവം. I don't really know what comes next. I'm just doing my best, even though I'm so stressed out. Everything just feels like a test that I fail, so depressed when I can't seem to get out. But something deep inside. ഇതാണ് ഓൾഡ് സത്രം. കല്ല് മേക്കുരി എല്ലാം പോയി, കല്ലുകെട്ട് മാത്രമുള്ള ഓൾഡ് സത്രം എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ മേളിലാണ്. സത്രം വ്യൂ പോയിന്റും ഒക്കെ ഉള്ളത് ഇതിൻ്റെ മേളിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ടാണ് ഇനി ഇരിക്കുന്നത്. വള്ളക്കടവിന് പോകാൻ ഞങ്ങൾ ശ്രമിച്ചു. വള്ളക്കടവിന് പോകുമ്പം ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ അതുവഴി പിന്നെ പോയി അത്രയും ദൂരം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുവഴി വണ്ടിപ്പെരിയാറിന് പോകാൻ പറ്റും. അപ്പം നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ വഴി മോശമായുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത് ഒഴിവാക്കിയിട്ട് തിരിച്ച് ഇവിടെ വന്ന് നടുമുറ്റം സത്രം, ഓൾഡ് സത്രം. ഇത് രാജഭരണ കാലത്ത് ഉണ്ടാക്കിയ രാജാവിനുള്ള സത്രം. ഇത് മനസ്സിലായോ? അതെ, പണ്ട് കാലത്തെയാണ്. കല്ലൊക്കെ ഇഷ്ടം പോലല്ലേ, ഇട്ടങ്ങ് കാര്യമങ്ങ് ചേറുക. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ സാധനമൊക്കെ ഇത്രയ്ക്കും കാലഘട്ടപ്പെട്ട് പോകാൻ അനുവദിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതൊരു പുരാതന നിർമ്മിതിയല്ലേ, പുരാതന നിർമ്മിതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര വർഷം പഴക്കമുണ്ടെന്ന് എനിക്കറിയില്ല. എനിവേ എന്തായാലും ഇത് എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യത കണ്ടെത്താൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഒരു സാധ്യത കണ്ടെത്തിയാൽ ഇതിനൊരു പുതുക്കപ്പണിയൊക്കെ നടത്തിയാൽ നല്ലതായിരിക്കും എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, നമുക്ക് പറയാനുള്ളത്. ഭീമാകാരനായൊരു പേരാലല്ലേ ഇത്? ഒരു വലിയ പേരാല് ഇതിൻ്റെ മുക്കാൽ ഭാഗവും നിറഞ്ഞു നിൽക്കുകയാണ്. കൊള്ളാം. അപ്പം ഓൾഡ് സത്രം കണ്ടു. ഓൾഡ് സത്രം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മാവ്, മാങ്ങ ഇല്ലാത്ത മാവ്. മഴ പെയ്യാൻ തുടങ്ങി. ഇടുക്കിയിൽ മഴ പെയ്യാൻ തുടങ്ങി. 3:30 കഴിഞ്ഞപ്പോൾ തന്നെ മഴ ചാറാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇന്ന് നല്ല മഴ കിട്ടുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് യാത്ര കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ കാഴ്ചകൾ ഇനിയും ബാക്കിയാണ്.
ഇത് ആര് നിർമ്മിച്ചാന്നറിയോ? ആര് നിർമ്മിച്ച ഇത് ആര് നിർമ്മിച്ച? രാജാവിന്റെ കാലത്തുള്ളതാണ്. രാജാവിന്റെ കാലത്തിലുള്ളതാ. രാജാവിന് എന്തിനു? 60ക്ക് മുൻപേ ഉള്ളതാ. 60-ന് മുമ്പുള്ളതാ. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ളതാ. ഇത് ഇങ്ങനെ തകർന്നു പോയിട്ട് എത്ര നാളായി? ഇത് തകർന്നു പോയി. പിന്നെ നമ്മ EMS നമ്പൂതിരി വാർഡ് വന്നല്ലേ, അറിയാവോ? അറിയാം. പിന്നെ തലവർ, കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി, ഇടതുപക്ഷ മുഖ്യമന്ത്രി. അതെ. അവര് വരുമ്പോ ഈ റോഡ് നിർത്തി. അവര് നിർത്തിട്ട് അപ്പുറത്തെ വെട്ടി. ഓക്കെ. അങ്ങനെ ഇത് പോയത്. ഓ ശരി. അവരാ റോഡ് അങ്ങോട്ട് മാറ്റി എടുത്ത് 57 പോയി. EMS. അപ്പൊ 57 കഴിഞ്ഞപ്പോ ഇത് പോയി. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ രാജാവ് ഇവിടെ വന്നിട്ട് താമസിക്കുകയോ ചെയ്യുക? ഇല്ല. രാജാക്കൾ കാലത്തില് ഇത് വലിയ, പിന്നെ രാജ ഇവിടെ വന്നിട്ടില്ല. അത് അപ്പുറത്തെ വലിയ മന്ത്രമല്ലേ. ഇത് സത്രമായിരുന്നു. ഇവിടെ നേരത്തെ അയ്യപ്പന്മാര് വിരിവെക്കുന്ന സ്ഥലം. മറ്റെങ്കിലും ഇപ്പൊ കേരളമോ വന്ന് ഇവിടെ താങ്ങി 2 ദിവസം ഇവിടെ ഇരുന്നിട്ട് പിന്നെ നടന്നു പോകും. മല കയറി പോകുന്നു. അന്ന് വണ്ടി ഇല്ലല്ലോ. വണ്ടിയില്ല. നടന്നു ഇവിടെ വണ്ടി പോകുന്നില്ല. ഇന്നും പോകുന്നില്ല. വണ്ടി പോകുന്നില്ല. താളെ വരെ വണ്ടി പോകത്തുള്ളൂ. പിന്നെ നടന്നു പോകുന്നു. ഉപ്പുപാറ പറയുന്ന സ്ഥലം വലിയ ഇത് ഉപ്പുപാറ എന്ന് പറയുന്ന സ്ഥലം. ഇല്ല, ഇത് ഓൾഡ് സത്രം. ഉപ്പുപാറ ഇവിടെ നിന്ന് 4-5 വനത്തിനകത്താ നടന്നു പോകണം. പുല്ലുമുട്ട വനത്ത് ഉള്ളിൽ കയറി പിന്നെ പില്ലുമുട്ട കുണ്ടും കുളിയും കാണും. അപ്പുറത്തെ പോകണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് 30 കിലോമീറ്റർ ഉണ്ട്. അതിലെ ജീപ്പ് വണ്ടി ഒന്നും പോകത്തില്ല. വണ്ടി വരും. പിന്നെ ഉപ്പുപാറ വരെ വണ്ടി ബസ് എല്ലാം വരും. അത് നേരത്തെ ഇപ്പൊ 2003 ഒരു 100 പേര് മരിച്ചതല്ലേ. അത് തന്നെ. ആ സ്ഥലം അതിലായിരുന്നു വണ്ടി പോകുന്നേ. വണ്ടി വള്ളക്കടവിലിருந்து ചെക്ക് പോസ്റ്റിലിருந்து വിടും. ചെക്ക് പോസ്റ്റ് പോയി കോളിക്കാണെന്ന് പറയുന്ന അതില് കാട്ടകത്ത് വലിയുണ്ട്. ഇപ്പോഴും പോകും. ഇപ്പവും പോകും. വലിയ അങ്ങനെ തന്നെ ഉണ്ട്. വിടത്തില്ല. ഇവര് വിടത്തില്ല. കേസായി. മറ്റേ അപകടം ഉണ്ടായപ്പോ 3 അപകടം നടന്ന കാരണം കൊണ്ട് അവർ കേസായി. അപ്പൊ அந்த കേസ് ഇന്ന് തീർന്നു. അങ്ങനെ ഈ വഴികളെല്ലാം അടയുന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടാവുമ്പോ പിന്നെ അവർക്ക് ഏതെങ്കിലും കൊടുക്കണല്ലേ. അത് സത്രത്തിൽ നിന്ന് വരുമല്ലേ? തേക്കടിന്ന് വരും. വള്ളക്കടവ് ഇപ്പുറത്തെ തേലകത്ത് വലി റോഡ് ഇപ്പുറത്തെ പുല്ലുമുട്ട. ഇതിലെ പോയാലും അവിടെ ചെല്ലല്ലേ? പിന്നെ ബൈക്ക് പാടാ. വേണ്ട. ഞങ്ങൾ പത്തനംതിട്ട. ശബരിമല ഞങ്ങളുടെ ഗവി. ഈ റോഡ് പോയാൽ ഗവി ചെല്ലാമല്ലോ. പത്തനംതിട്ട പോവാം. പോവാം. നിങ്ങൾ പത്തനംതിട്ട അമ്പലമേ ഇരിക്കുന്നത് പത്തനംതിട്ട. പിന്നല്ലാതെ ശബരിമല ഞങ്ങളുടെ നാട്. അപ്പൊ ശരി. പേരെന്തുവാ? എന്റെ പേര് നാഗരാജ്. ഓക്കെ. എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഇവിടെ വന്ന് ഇപ്പൊ 40 കൊല്ലമായി. 40 കൊല്ലമായി. 40 കൊല്ലമായി. ഞങ്ങള് ടോളി എടുക്കും അവിടെ. ഓക്കെ. പോട്ടെ എന്നാ. ശരി. പത്തനംതിട്ട. അപ്പൊ എവിടെങ്കിലും സത്രത്തിലോട്ട് പോവാ. മേലോട്ട് പോവാ. ശബരിമല പോയി എസ്റ്റേറ്റ് ഉണ്ട്. ഇപ്പുറത്തെ ക്യാൻറ്റീൻ കട ഉണ്ട്. എന്നിട്ട് അമ്പലം അയ്യപ്പൻ അമ്പലം. അത് നേരായിട്ട് പോന്നാ മതി. പോണ ഇത് പ്ലാൻ ഇറങ്ങുന്ന സ്ഥലം. ശരി. ഓക്കെ. 2 കട വന്ന് ഇറങ്ങിച്ചു ആണല്ലേ? ശരി. പോട്ടെ എന്നാ. ഓക്കെ. ശരി. അപ്പൊ കണ്ടോ, നിഷ്കളങ്കരായ ഗ്രാമീണരെ കാണുമ്പോൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഭയങ്കര സ്നേഹമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ട കേട്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര സ്നേഹമായി. പക്ഷെ പത്തനംതിട്ടക്കാരല്ലാത്തവർക്ക് ഇഷ്ടപ്പെടത്തില്ല, എനിക്കറിയാം. ആലപ്പുഴയിലെ വളിച്ച കൊഞ്ച കടിച്ച് കിടക്കുന്നവർക്ക് അറിയത്തില്ല. വണ്ടി കിട്ടത്തില്ല.